എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, എങ്കിലും കുറുകിയ ചാറോടുകൂടി തന്നെയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു മീൻകറി. ഈ ഒരു മീൻകറി തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പുട്ടിനും നൂൽപുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെ. നല്ല കുറുകിയാണ് ഈ ചാറിരിക്കുന്നത്, എന്നാൽ തേങ്ങ ഒന്നും അരച്ചിട്ടുമില്ല. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കുന്ന വിധമൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു 10 പീസോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഒന്ന് നെടുകെ പിളർന്നു എടുക്കുന്നുണ്ട്. നമ്മളിവയൊന്ന് വഴറ്റിയിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇനി പൊടികളായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി. ഇനി മീൻകറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി. നമ്മളിവിടെ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി തന്നെയാണ് ഈ മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഇതേ വലിപ്പമുള്ള ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അധികം പുളിയുള്ള തക്കാളിയല്ല ഞാൻ എടുത്തേക്കുന്നത്, ഒരു ഇടത്തരം പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇവ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. മൺചട്ടിയിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, ഇവ നമുക്കൊന്ന് ആദ്യം വഴറ്റി എടുക്കേണ്ടതുണ്ട്. ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടണം. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയൊന്നും ചേർത്ത് കൊടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലേ മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് നിറം മാറി വരണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം. മൺചട്ടിയിലായതുകൊണ്ട് പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. ഇനി ഇവ ചൂടാറിയിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർത്ത് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ചൂടാറിയ ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിരുന്നല്ലോ, അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ചേർത്ത് തന്നെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറി ലീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഈ ഓയിലുമായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ അരപ്പ് ഓയിലുമായിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതാണ്. നമ്മളിങ്ങനെ മീൻകറി തയ്യാറാക്കിയാൽ അധികം ദിവസം നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല, പെട്ടെന്ന് തന്നെ കേടാകും. ഈ ഒരു രീതിയിൽ വഴറ്റി നിങ്ങൾ മീൻകറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ഇത് സെർവ് ചെയ്യാനായിട്ട് കിടു കോമ്പിനേഷനാണ്. ഒരു 5-6 മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയെടുത്തായിരുന്നു. ഇപ്പോൾ കണ്ടോ, ആ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഗ്രേവി ഒന്ന് കുറുക്കി വന്നിട്ടുമുണ്ട്, എണ്ണ അതുപോലെ തെളിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തക്കാളി നല്ല കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ അധികം പുളിയുള്ള തക്കാളിയാണെങ്കിൽ പിന്നെ നമ്മൾ കുടംപുളി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അധികം പുളിയില്ലാത്തതായതുകൊണ്ട് ചെറിയൊരു പീസ് കുടംപുളിയുടെ ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിക്കകത്ത് വെള്ളം ഉണ്ടാകുമല്ലോ, ഒന്ന് അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകല്ല, അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർക്കാത്തത് കൊണ്ട്. ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇന്ന മീനൊന്നുമില്ല, ഏത് മീനിൽ നമ്മൾ ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. എന്നും ഒരേപോലെയൊക്കെ മീൻകറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ അരച്ചൊക്കെ തയ്യാറാക്കുന്ന വ്യത്യസ്തമായ രുചികൂട്ടുകളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എത്രത്തോളം മീനാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇളം ചൂടുവെള്ളം വേണം ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാൻ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇവിടെ ഞാനൊരു 750 ഗ്രാമോളം മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള 1.5 കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മീൻകറിക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം.
വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരണം. ചെറിയ ചൂടുവെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇവിടെ ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തിരുന്നു. തക്കാളിയുടെ പുളി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളമോ കുടംപുളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവിയെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോഴത്തേക്കിന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ദശ കട്ടിയുള്ള 750 ഗ്രാം അളവിൽ മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. മീനിൻ്റെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആ മീനിൻ്റെ പീസുകളെല്ലാം ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇതൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം തീ കുറച്ച് വയ്ക്കുകയും വേണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീനൊന്ന് ആദ്യം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് ആ മീനിലോട്ട് എരിവും പുളിയൊക്കെ ഒന്ന് പിടിച്ച് നല്ല കറക്റ്റായിട്ട് വരുന്നത്. ചെറിയ തീയിൽ എപ്പോഴും മീനാണെങ്കിലും ഏത് കറിയാണെങ്കിലും വറ്റി വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മീൻകറിയുടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കറി ലീഫും കൂടെ ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് വേണം ഈ കറി സെർവ് ചെയ്യാൻ. അപ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരികയും ചെയ്യും. കറി തയ്യാറാക്കി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് കറിക്ക് നല്ല ഒരു കളറുമാണ്. മൺചട്ടിയിലായതുകൊണ്ട് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചേർത്തിട്ടുള്ള ഒരു മീൻകറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. മല്ലിപ്പൊടിയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് മീൻകറി. ഈ ഒരു രീതിയിലുള്ള മീൻകറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അധികം ദിവസം പുറത്ത് വയ്ക്കാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് അളവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുത്തേക്കുന്നത്. നമുക്ക് പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് പുട്ടിൻ്റെ കൂടെ ഈ മീൻകറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല കിഡു കോമ്പിനേഷനാണ്. ഇങ്ങനെയൊന്ന് കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പുട്ടിന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിളാക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകല്. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് എത്തുകയുള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് കൂട്ടുകാരുടെ അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.